അടൂർ പുനലൂർ റോഡിലുള്ള സ്ഥലമാണ്. അടൂർ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണല്ലോ. അടൂർ ഭാസിക്, അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ ഭവാനി, അടൂർ പങ്കജം. അപ്പോൾ ഈ പറക്കോട് എന്ന് പറയുന്നത് ഒരു പ്രസിദ്ധമായ ചന്ത കൂടിയാണ്. വളരെ പഴയ ചന്ത. പറക്കോടും ചങ്ങനാശ്ശേരിയുമാണ് അന്നത്തെ പ്രസിദ്ധമായ ചന്ത. പറക്കോട് ചന്തയിലും ചങ്ങനാശ്ശേരി ചന്തയിലും ആനകളെ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വിപുലമായ വിശാലമായ മാർക്കറ്റായിരുന്നു. അതൊക്കെ ഇപ്പോൾ ക്ഷയിച്ചു തുടങ്ങി. എങ്കിലും പറക്കോട് ചന്ത എനിക്കൊരു അഭിമാനമാണ്. കാരണം പറക്കോട് ചന്തയുടെ തൊട്ട് വടക്കേ അതിരാണ് ഞങ്ങളുടെ സ്ഥലം, ഞങ്ങളുടെ വീട്. അതൊരു കൂട്ടുകുടുംബമായിരുന്നു. അച്ഛനും അച്ഛൻ്റെ അനിയനും ഒന്നിച്ച്, അമ്മൂമ്മ എല്ലാം ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീട്. അപ്പോൾ ഞങ്ങളൊരു 4-5-6 കുട്ടികളുണ്ട്. അപ്പം തമാശ നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു. കാരണം അച്ഛൻ ഇത്തിരി രസികനാണ്. ഞങ്ങളുടെ വീട്ടിൽ മനോരമ ആഴ്ചപ്പതിപ്പ് വരുത്തുമായിരുന്നു. ബോബനും മോളിയും അതിനെപ്പറ്റിയുള്ള ചർച്ചയും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പറക്കോട്ട് ചന്തയെപ്പറ്റി തന്നെ ഞങ്ങൾക്ക് കുറേ തമാശകളുണ്ട്. പറക്കോട് ചക്കനാട്ട് ഒരു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ആനയുണ്ടായിരുന്നു. അപ്പോൾ ആ ആന അവിടെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലും വരുമൊക്കെയാണ്. അപ്പം അതിനിടയ്ക്ക് ചേട്ടൻറ്റാർ ഒരു ദിവസം ഓടി വന്ന് പറഞ്ഞു, ഡാ ചക്കനാട്ടെ രാമേന്ദ്രൻ കോണം കൊടുത്തുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ചിരിയായി. കാരണം അങ്ങനെ ഒരു ഭാവന പുള്ളിയുടെ ഭാഗത്ത്.